ഹലോ നമസ്കാരം. ഞാൻ ലേഖ അംബുജാക്ഷൻ. എന്നെ ചിലർക്കൊക്കെ അറിയായിരിക്കും, എൻ്റെ ഫോളോവേഴ്സിനൊക്കെ ചിലർക്കൊന്നും അറിയില്ലായിരിക്കും. എന്നാലും എപ്പോഴും പറയുന്ന പോലെ എന്നെ അറിയാത്തവർക്ക് ഞാനൊരു ചെറുതായിട്ട് കഥയൊക്കെ എഴുതുന്ന ആളാണ്, തിരക്കഥയൊക്കെ എഴുതിയ ആളാണ്, പാട്ടൊക്കെ എഴുതിയ ആളാണ്. പക്ഷെ ഇപ്പം ഒരു ക്യാൻസർ ഫൈറ്ററാണ്, 4th സ്റ്റേജും കഴിഞ്ഞ് നിൽക്കുന്ന ആൾ. എല്ലാവർക്കും കീമോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് മാറിക്കിട്ടും, രണ്ടാമത് പിന്നെ വരാറാണ് പതിവ്, 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ. എനിക്ക് നിർഭാഗ്യവശാൽ 6 കീമോയോ 6 റേഡിയേഷനും കഴിഞ്ഞിട്ടും എനിക്ക് ബാധിച്ചെടുത്തുന്ന ക്യാൻസർ ഒന്നും പൂർണ്ണമായി മാറിയിട്ടില്ല. എന്നാൽ വളരെ കുറച്ച് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളിപ്പുറത്ത് എന്താ പറയുക, ഒരു 6-7 മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നട്ടലിനുള്ളത് കുറച്ചും കൂടെ അതിക്രമിച്ചപ്പോൾ വീണ്ടും റേഡിയേഷൻ. ഇപ്പോൾ കഴിഞ്ഞ മാസം റേഡിയേഷൻ കഴിഞ്ഞു. അറിയാലോ, ഒരുപാട് റേഡിയേഷനും കീമോയും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ശരീരത്തിന് താങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ സുവർണ ജയകൃഷ്ണൻ വിളിക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു. വീണ്ടും വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ എടുക്കാം അല്ലേ? ഇപ്പം ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സുവർണ ഞാൻ കാണുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ആദ്യമായിട്ട് കുറേ നാൾക്ക് ശേഷമാണ് അവൾ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് അതിനിടയ്ക്ക് എൻ്റെ യൂട്യൂബ് അടിച്ചെടുത്തുകൊണ്ട് പോയത്. എനിക്കൊരു ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന്. അപ്പോൾ അത് അടിച്ചുകൊണ്ട് പോയപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. കുഴപ്പമില്ല, വീണ്ടും ഒരു യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്, ലേഖ അംബുജാക്ഷൻ ടോക്കീസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ, ഇതുവരെ എന്നെ ഫോളോ ചെയ്യാത്ത, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ, ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെന്നറിയില്ല. അപ്പോൾ ആൾക്കാർ ഇതുവരെ എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ലേഖ അംബുജാക്ഷൻ ടോക്കീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയുക, എൻ്റെ ഫേസ്ബുക്ക് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യണം. അതിലും സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. സബ്സ്ക്രൈബും ചെയ്യണം, കൂടെ നിൽക്കണം. ഞാനെപ്പോഴും വിചാരിക്കും, ഒരു വർഷമായില്ലേ, 1 വർഷമായിട്ടും എൻ്റെ ഈ ഷോൾഡർ ഇത് കണ്ടില്ല, ഇതിങ്ങനെ പൊങ്ങുന്നില്ല. ഇതിനിപ്പുറം പൊങ്ങില്ല കേട്ടോ, ഇതിങ്ങനെയാകും, ഇങ്ങോട്ട് മുകളിലോട്ട് പൊങ്ങില്ല. അപ്പോൾ ആ മുകളിലോട്ട് പൊങ്ങാത്തത് കൊണ്ട് ഭയങ്കര സങ്കടമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല വലത് കൈയും കൊണ്ട്. അതാണ് ഭയങ്കര സങ്കടം. ഇവിടെ കണ്ടില്ലൊരു ഇതുണ്ടോ, ഇവിടെയാണ് എനിക്ക് ആദ്യമായിട്ടൊരു മഞ്ചാടിക്കുരു പോലെ ഒരു കുരു ഉണ്ടായത്. അപ്പം തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻസറാണ്. അത് വിശദമായിട്ട് ഞാനൊരു വീഡിയോ ഇടട്ടെ, അമ്പുവേട്ടനും കൂടെ വന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ അന്നവർ എന്നെ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനൊരു പക്ഷെ 4th സ്റ്റേജിലേക്ക് എത്തില്ലായിരുന്നു അല്ലേ. അന്ന് എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല, എൻ്റെ വാക്കുകൾ അവർ ചെവിക്കൊണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ഭീകരാവസ്ഥയിലേക്ക് വന്നത്. ഇപ്പം എന്നെ കാണുന്ന ഡോക്ടേഴ്സിനെല്ലാം ഭയങ്കര ഒരു അത്ഭുതമാണ്, ബോണസ് പോലെയാണ്. ദൈവം എനിക്ക് ബോണസായിട്ട് നീട്ടി തന്നതുപോലെ എൻ്റെ ലൈഫ്. കാരണം ഞാനിവിടെ ബാക്കിയാവാനാണ്. എൻ്റെ തലയിൽ കാണിച്ചു തരാം. കാണുന്നുണ്ടോന്നറിയില്ല, കാണുന്നുണ്ടോ? ഇവിടെ ഒരു വലിയ കുഴിയാണ്, ഇവിടെ വലിയൊരു കുഴിയാണ്. അവിടെ ഒരു ചെറിയൊരു മുഴയുണ്ടായിരുന്നു ഇങ്ങനെ. എനിക്കറിയില്ലല്ലോ അതൊന്നും ക്യാൻസറാണെന്ന്. പിന്നീടാണ് അത് ക്യാൻസറാണെന്ന് മനസ്സിലായത്. അതുപോലെ എൻ്റെ ഈ ഇതാണ് വലത് കണ്ണിത്. സെൽഫി എടുക്കുന്നതുകൊണ്ട് ഞാൻ തിരിച്ചിടാം. ഈ വലത് കണ്ണ് അങ്ങോട്ട് കാണില്ല. ഡോക്ടേഴ്സൊക്കെ ഇപ്പുറം വന്ന് നിൽക്കും, എനിക്ക് അങ്ങോട്ട് കാണില്ലല്ലോ. ഇപ്പോഴും കണ്ണടി ഊരിയാലൊന്നും കാണില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ണട ഇട്ടും എനിക്ക് ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് എഴുതും. എന്നിട്ടിപ്പം വീണ്ടും കണ്ണട മാറ്റിയിട്ടതാണ്, കുറച്ചും കൂടി പവർ കൂട്ടിയിട്ട്. കണ്ണിൻ്റെ കാഴ്ച പോയി. അതുപോലെ എന്താ പറയുക, തലയിലായി, കണ്ണിലായി, ഇവിടെ എൻ്റെ ഷോൾഡർ ഈ എടുത്ത എല്ലൊക്കെ പൊടിഞ്ഞു പോയി. കക്ഷത്തിൽ ഫുള്ള്, ബ്രസ്റ്റിന്, ചെസ്റ്റിന്, ലിവർ,
ഫുൾ പുറത്തെ എല്ല് ഫുള്ള് ഈ ഷോൾഡർ അങ്ങ് നട്ടിലങ്ങ് ഫുള്ള് എല്ല്, നട്ടില്, തൊടയിൽ, വയറിന്. ഞാൻ തന്നെ അത്ഭുതപ്പെടും, ദൈവം ഒരു ബോണസ് തന്നതുപോലെ. പക്ഷെ വേദനയുണ്ട്. എന്നിട്ട് എനിക്ക് ആയുസ് തന്നല്ലോ, മക്കളെ കണ്ടിരിക്കാമല്ലോ, എനിക്ക് അതിന് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. മക്കളെ കാണാലോ എന്നുള്ളൊരു, അമ്പുവേട്ടൻ്റെ കൂടെ കുറച്ചും കൂടി ജീവിക്കാലോ, ആ ഒരു സമാധാനമാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ദൈവത്തെ ഓർത്തിട്ട് ഒന്ന് ഈ വീഡിയോ കാണുന്നവരൊക്കെ ലേഖാമ്പുജേഷൻ ടോക്കീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഫോളോ ചെയ്യണം, കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. കുറച്ച് ദിവസമായി ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ ഉണ്ടാവുമായിരിക്കും, ചെറിയ രോഗം, നല്ല ക്യാൻസർ അല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും. സഹിക്കുക അല്ലേ, എന്നിട്ട് പൊരുതുക. എഴുന്നേറ്റ് നിൽക്കാനേ പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല. കിടക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് എടുക്കുന്നു. എന്നിട്ടിങ്ങനെ എഴുന്നേറ്റിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ എഴുന്നേറ്റ് ഒറ്റ ഓടിയാൽ ഭ്രാന്താന്ന് വിചാരിക്കും. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ആൾക്കാരായിരിക്കും ഭ്രാന്താന്ന്, നിന്നെ അടുത്ത ചങ്ങലൊക്കെ ഇടുവന്നാൽ. മനസ്സിങ്ങനെ ചഞ്ചലപ്പെടുന്നു ചില നേരത്ത്. ഇത്ര ഉഷാറ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോന്നു. രാവിലെ എഴുന്നേറ്റ് മക്കൾക്ക് ചോറും കറിയെല്ലാം ആക്കി കൊടുത്ത്, അങ്ങനെ എനിക്ക് കൊതിയാവുന്നു വീട്ടിലെ പണിയെടുക്കാൻ. അടിച്ച് തൂത്തുവാരി തുടക്കാൻ എല്ലാം അങ്ങനെ ഭയങ്കരമായിട്ട് ആക്റ്റീവാകാൻ കൊതിയാവും. ശരിയാകും. എന്നിരുന്നാലും സ്ക്രിപ്റ്റ് ഇപ്പം ചെയ്യണം. കൈ നല്ല വേദന എഴുതുമ്പോൾ അത് കംപ്ലീറ്റ് മീൻസ് എഴുതിയതാണ്, ഒന്നും കൂടി റീറൈറ്റ് ചെയ്യണം. എന്നിട്ട് കഥ പറയാൻ വേണ്ടി പോകണം. നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമയൊക്കെ ആയിട്ട് വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഒരുപാട് പേര് കാണുന്നുണ്ട്. യൂട്യൂബിലാണെങ്കിൽ ഇതിനൊരു വീഡിയോ ഇട്ട് 54,000, 1,00,000-ത്തിനടുത്തായി. പക്ഷെ അവിടെ നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോഴാണ് എനിക്ക് സങ്കടം. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ വരുന്നതെങ്കിൽ ഫേസ്ബുക്കും തീർച്ചയായും എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. 37,000 സബ്സ്ക്രൈബറില്ല എനിക്കിപ്പോൾ. വെറും 7,000 സബ്സ്ക്രൈബറാണ്. വെറും എന്ന് പറയുന്നതിൽ അതും വലിയ കാര്യമല്ലേ. 8,000-ത്തിനടുത്തായി. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഉത്സാഹിച്ചെന്നാൽ എനിക്ക് 1,00,000 ഫോളോവേഴ്സൊക്കെ ഈസി ആയിട്ട് വരില്ലേ.